നെക്സ്റ്റ് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്താണെന്നും അതിനകത്ത് അതായത് അതിൻ്റെ അകത്ത് ബേഴ്സ് മോഡ് എന്താണെന്നും പിന്നെ അതുപോലെ സൈക്കിൾ സ്റ്റീലിംഗ് മോഡ് എന്താണെന്നും ചോദിക്കും. നോർമലി എക്സാമിനൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഈ IO ടെക്നിക്സിനകത്ത് രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് പ്രോഗ്രാംഡ് IO ടെക്നിക്കും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ഡ്രിവൺ IO ആയിരുന്നു. ഈ മൂന്നാമത്തെ ടെക്നിക്കാണ് ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹൈ സ്പീഡ് ഡിവൈസസുകൾ പ്രോസസ്സറിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ മെമ്മറിയെ ആക്സസ് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞത്. അതായത് പ്രോസസ്സറിനെ ഇൻക്ലൂഡ് ചെയ്യാതെ IOയും മെമ്മറിയും കൂടെ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെൻ ഡ്രൈവിൽ നിന്ന് നമുക്കൊരു ഫിലിം മെമ്മറിയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പ്രോസസ്സറിനെ അവിടെ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അഡീഷനോ ഓപ്പറേഷനോ സബ്ട്രാക്ഷനോ അങ്ങനെ സംഭവങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് പ്രോസസ്സറിനെ ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ പ്രോസസ്സറിന് വേറെ ടാസ്കിൽ എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഹൈ സ്പീഡ് IOയും മെമ്മറിയും കൂടെ തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നതിനെയാണ് ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്ലോക്ക് ഓഫ് ഡേറ്റ ആർ ഓഫൺ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് IO ഡിവൈസസ് സച്ച് എസ് ഡിസ്ക്. ഓക്കെ, when transferring block of data, instructions are need to increment the memory address and keep track of the word. നമുക്കറിയാം ഇപ്പം പ്രോസസ്സറിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം മെമ്മറിയുടെ കോൺസിക്യൂട്ടീവ് അഡ്രസ്സിലോട്ട് ഓരോന്ന് ലോഡ് ചെയ്യുന്നതിന് എന്തുമാത്രം ഇൻസ്ട്രക്ഷനെ നമുക്ക് ഫെച്ച് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ടൊക്കെ ചെയ്താലായിരിക്കും ഇപ്പം നമുക്ക് ലോഡും അതുപോലെ സ്റ്റോർ അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസൊക്കെ നമുക്ക് ആദ്യം ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം, അതിനെ ഡീകോഡ് ചെയ്യണം, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ പ്രോസസ്സറിന് അപ്പോൾ ബ്ലോക്സ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ പ്രോസസ്സറിന് അത്രയും സമയം പ്രോസസ്സറിനെ നമ്മളവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സറിനെ വെറുതെ വിട്ടിട്ട് ഇത് തമ്മിൽ ഡയറക്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഇൻട്രപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോസസ്സറിനറിയാം പ്രോസസ്സർ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നത് ടാസ്കിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ISRലോട്ട് പോകുമ്പോൾ അതിന് പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ പ്രോസസ്സർ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യണം. പിന്നെ കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സ് വാല്യൂസ്, സ്റ്റാറ്റസ് ഓർ കണ്ടീഷണൽ കോഡ്സിൻ്റെ വാല്യൂസ് ഇതൊക്കെ അതിന് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതും ഒരു എക്സ്ട്രാ ബേർഡനാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓൾട്ടർനേറ്റീവ് approach to use the transfer of blocks of data directly between the main memory and IO devices. അതായത് ബ്ലോക്സ് ഓഫ് ഡേറ്റയെ ഡയറക്റ്റായിട്ട് മെയിൻ മെമ്മറി IO ഡിവൈസും തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പം ആ ഒരു മെക്കാനിസത്തെ സ്പെഷ്യൽ കൺട്രോൾ യൂണിറ്റ് ഈസ് പ്രൊവൈഡഡ് ടു മാനേജ് ദ ട്രാൻസ്ഫർ വിത്തൗട്ട് ദ കണ്ടിന്യൂസ് ഇൻ്റർവെൻഷൻ ബൈ ദ പ്രോസസ്സർ. അതായത് വിത്തൗട്ട് ദ കണ്ടിന്യൂസ് ഇൻ്റർവെൻഷൻ ബൈ ദ പ്രോസസ്സർ ഹിയർ ദ transfer of block of data between the main memory and IO devices is done by a special control unit. That unit's name is known as direct memory access controller, that is DMA controller, and that process is referred to as direct memory access. അപ്പം ആ ഒരു അപ്രോച്ചിനെ നമ്മൾ പറയുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്നാണ്. ഓക്കെ, ഇനിയും നമുക്കറിയാം although the DMA controller transfers the data without the intervention by the processor, its operation must be under the control of the program executed by the processor, usually an operating system routine. അതായത് ഈ പ്രോസസ്സർ കണ്ണു അടച്ച ഈ DMA അങ്ങ് വിശ്വസിച്ച് നീ അത് ചെയ്തോ IO ട്രാൻസ്ഫർ ചെയ്തോ എന്ന് പറഞ്ഞു വിടത്തില്ല. പ്രോസസ്സറിൻ്റെ ഒരു കൺട്രോൾ എപ്പോഴും ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് യൂഷ്വലി ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റുട്ടീനായിട്ടായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം പ്രോസസ്സറിൻ്റെ ഒരു കൺട്രോളിൻ്റെ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി പ്രോസസ്സർ പ്രോസസ്സർ ഗീവ്സ് എ പെർമിഷൻ ടു ദി DMA controller to do the high speed IO transmission. Okay, to initiate the transfer of blocks of data, the processor sends to the DMA controller the starting address, the number of words and the block, and the direction of the number of words in the block and the direction of the transfer. അപ്പം ശരിക്കും ഈ DMA ട്രാൻസ്ഫർ ആദ്യം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രോസസ്സർ ആയിരിക്കും. ആദ്യം ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സർ ആയിരിക്കും ബൈ പ്രൊവൈഡിങ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ്.
സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അതായത് ഇപ്പം എന്താണ് എവിടോട്ടാണ് ഏത് മെമ്മറിയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, എത്ര അല്ലെ IOയിലോട്ടാണ് അല്ലെ മെമ്മറിയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, അപ്പോൾ എത്ര ബ്ലോക്സ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യണം, അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്, പിന്നെ ഒരു ബ്ലോക്കിനകത്ത് എത്ര വേർഡ് ഉണ്ടായിരിക്കും, പിന്നെ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്ഫർ, അതായത് റീഡാണോ റൈറ്റ് ആണോ, അതായത് മെമ്മറിയിൽ നിന്ന് IOയിലോട്ടാണോ IOയിൽ നിന്ന് മെമ്മറിയിലോട്ടാണോ, ഇതൊക്കെ ആദ്യം പറഞ്ഞു കൊടുക്കും. ഈ 3 ഇൻഫർമേഷൻ, സ്റ്റാർട്ടിങ് അഡ്രസ്സ്, നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ ബ്ലോക്ക് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ട്രാൻസ്ഫർ. The DMA controller then proceeds to perform the requested operation. അതിനുശേഷം അത് requested operation perform ചെയ്യും. When the entire block has been transferred, it informs the processor by raising an interrupt. അപ്പോൾ ഹോൾ IO ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് IOയും മെമ്മറിയുള്ള തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തോ ചെയ്യുന്നു, DMA കൺട്രോളർ പ്രോസസ്സറിന് ഇൻട്രപ്റ്റ് കൊടുക്കുന്നു, അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത് ഒരു IO ഡിവൈസിൽ മാത്രമല്ല, പല ഹൈ സ്പീഡ് IO ഡിവൈസസിൻ്റെയും നമുക്കറിയാം, ഒരു ബസ്സിലോട്ട് ഒരു IO ഡിവൈസിനെ കണക്ട് ചെയ്യുന്ന IO ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ IO ഇൻ്റർഫേസ് ഓരോ ഡിവൈസസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള IO ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. ഈ IO ഇൻ്റർഫേസിനകത്തുള്ള ഒരു സ്പെഷ്യൽ കൺട്രോൾ സർക്യൂട്ടറിയാണ് DMA എന്ന് പറയുന്നത്. ഓരോ IO ഡിവൈസസിനും അതിൻ്റെ കറസ്പോണ്ടിങ്, അതായത് ഹൈ സ്പീഡ് IO ഡിവൈസാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് DMA കൺട്രോളർ ഉണ്ടായിരിക്കും. അപ്പം പ്രോസസ്സറിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ആ IO ഡിവൈസസിന് നോർമലി എന്താണ് ഹൈ സ്പീഡായിട്ടുള്ളത് ഡിസ്ക്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, ഗ്രാഫിക്സ് ഡിവൈസസ്, ഇതിനൊക്കെ ആയിരിക്കും ഈ DMA കൺട്രോളർ ഉള്ളത്. അത് പ്രോസസ്സറിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ദേ ക്യാൻ ട്രാൻസ്ഫർ ദ ഡേറ്റ ബിറ്റ്വീൻ ദി മെമ്മറി. ഓക്കെ, ബിറ്റ്വീൻ ദി മെമ്മറി ആൻഡ് ദി IO ഡിവൈസ്. ഓക്കെ, ഇനി DMA ട്രാൻസ്ഫർ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം. അപ്പം ഒരു റണ്ണിങ് പ്രോസസ്സ് DMA ട്രാൻസ്ഫർ റിക്വസ്റ്റ് ചെയ്യുക. അത് റണ്ണിങ് പ്രോസസ്സ് DMAക്കാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. DMA എന്നിട്ട് പ്രോസസ്സറിനോട് പെർമിഷൻ ചോദിക്കും. പ്രോസസ്സർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറിയുടെയും ഈ ബസ്സിൻ്റെയും ഒക്കെ ആളെന്ന് പറയുന്നത് ഈ പ്രോസസ്സറാണ്. പ്രോസസ്സർ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മെമ്മറിയും IO എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൂപ്പർവിഷനിൽ DMAക്ക് ഒരു പെർമിഷൻ കൊടുക്കുവാണ്, താനില്ലാതെ തന്നെ IO ട്രാൻസ്ഫർ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട്. ഇനിയും ഈ ഒരു IO ഡിവൈസ് DMA കൺട്രോളർ റിക്വസ്റ്റ് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് DMA കൺട്രോളർ ആദ്യം ഇത് പ്രോസസ്സറിനെ അറിയിക്കും. പ്രോസസ്സർ ആദ്യം DMA ട്രാൻസ്ഫർ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റാർട്ടിങ് അഡ്രസ്സും നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ ബ്ലോക്സും പിന്നെ അതിൻ്റെ ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഒരു പ്രോസസ്സ് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം പ്രോസസ്സർ ഇപ്പം വേറെ മെമ്മറി സൈക്കിളിലൊന്നും ബിസി അല്ല എങ്കിൽ അത് ബസ്സിൻ്റെ പെർമിഷൻ DMA കൺട്രോളറിന് കൊടുക്കും. ആ സമയത്ത് ഈ റിക്വസ്റ്റ് ചെയ്ത പ്രോസസ്സ് എന്തോ ചെയ്യുന്നത് വെച്ചാൽ, റിക്വസ്റ്റ് ചെയ്ത IO ഡിവൈസ് എന്തോ ചെയ്യുന്നത് വെച്ചാൽ അത് അതിൻ്റെ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും സസ്പെൻഡഡ് സ്റ്റേറ്റിലെ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലോട്ട് അത് പോകും. നിങ്ങൾ OS പഠിച്ചിട്ടുണ്ടായിരിക്കും, ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലോട്ട് പോകും. എപ്പോഴാണോ ഈ DMA ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആകുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് പ്രോസസ്സറിനൊരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് കൊടുക്കും. അപ്പം മനസ്സിലാവും ഇത് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത്. ആ സമയത്ത് ആ ഒരു ബ്ലോക്ക് സ്റ്റേറ്റിലിരുന്ന പ്രോസസ്സ് തിരിച്ച് റണ്ണിങ് സ്റ്റേറ്റിലോട്ട് വരും. ഇൻ റെസ്പോൺസ് OS puts the suspended program in the runnable state so that it can select by the scheduler to continue the execution. ഇനി DMA ട്രാൻസ്ഫറിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് രജിസ്റ്റേഴ്സാണ്. ഒന്ന് സ്റ്റാർട്ടിങ് അഡ്രസ് രജിസ്റ്റർ, അവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ലോഡ് ചെയ്യുന്നത്. പിന്നെ വേർഡ് കൗണ്ട്, ഒരു ബ്ലോക്കിൽ എത്ര വേർഡ് ഉണ്ട്. പിന്നെ അതുപോലെ ഇതിനൊരു സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റർ ഉണ്ടായിരിക്കും 32 ബിറ്റ്. അവിടെ IRQ, അതായത് ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം DMA ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്തു ചെയ്യുന്നു, അതിൻ്റെ ബിറ്റ് അത് 1 ആക്കി സെറ്റ് ചെയ്തിട്ട് IRQ 1 ആക്കി സെറ്റ് ചെയ്യുന്ന ആ സമയത്താണ് പ്രോസസ്സറിന് ഇൻട്രപ്റ്റ് പോകുന്നത്. ഈ IO ഡിവൈസ് അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഡൺ ഫ്ലാഗ് അത് 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഡൺ ഫ്ലാഗ് സെറ്റ് ചെയ്യും, I 1 ആക്കുക, IRQ 1 ആക്കുക. ഈ റീഡ് റൈറ്റ് കണ്ടോ, ഈ ഒരു ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ അത് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ റീഡ് റൈറ്റ് ബിറ്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഈ ബിറ്റ് 1 ആണെങ്കിൽ റീഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അതായത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് IO ഡിവൈസ് ഡേറ്റയെ, ബ്ലോക്സ് ഓഫ് ഡേറ്റയെ റീഡ് ചെയ്യുന്നു. അല്ല എങ്കിൽ എന്തു ചെയ്യുന്നു, റൈറ്റ് ഓപ്പറേഷനാണ് IO ഡിവൈസിലുള്ള ഡേറ്റയെ എന്തു ചെയ്യുന്നു, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുന്നു.
when the controller has completed the transferring a block of data, it is ready to receive another command. അപ്പോൾ and that sets done flag to 1. അപ്പം ഡൺ ഫ്ലാഗ് എന്തോ ചെയ്യുന്നു, 1 കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡൺ ഫ്ലാഗ് 1 ചെയ്യുന്നു. കണ്ടോ ഇവിടെ ഈ ഐ ബിറ്റ് 30th ബിറ്റാണ് ഐ എന്ന് പറയുന്നത്. ഐ ബിറ്റ് 1 ആക്കി സെറ്റ് ചെയ്യുന്നു, IRQ ബിറ്റും 1 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇവിടെ കണ്ടോ IRQ 1 ആകുന്നു, ഐ 1 ആകുന്നു, ഡൺ ഫ്ലാഗും 1 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനിയും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഹൈ സ്പീഡ് IO ഡിവൈസുമായിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫറിൽ നമുക്ക് പ്രോസസ്സറിനേക്കാളും നമ്മൾ പ്രയോറിറ്റി DMA ഡിവൈസസിനായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിപ്പോൾ ഒരു എന്താണ് DMA കൺട്രോളറിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗർ കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇതൊക്കെ എഴുതിയിട്ട് ഈ രജിസ്റ്ററിൻ്റെ പടം വരയ്ക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു പടം കൂടെ നിങ്ങൾ വരയ്ക്കണം. മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ ഈ പടം വരയ്ക്കണം. ഇവിടെ കണ്ടോ ഈ ഡിസ്ക് നമ്മൾ DMA കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ് സിസ്റ്റം ബസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഡിവൈസസുകൾ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് അതൊക്കെ നമ്മൾ എന്തോ ചെയ്യുന്നു, DMA കൺട്രോളർ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രിൻ്റർ കീബോർഡും ഒക്കെ ആണ് അതിന് ബൈറ്റ് ഓഫ് ഇൻഫർമേഷനെ അറ്റ് എ ടൈം അത് റീഡ് ചെയ്യുന്നുള്ളൂ. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബ്ലോക്സ് ഓഫ് ഫയൽസ് ആയിരിക്കും നമ്മൾ പിന്നെ റൈറ്റ് ചെയ്യേണ്ടതും റീഡ് ചെയ്യേണ്ടതൊക്കെ. ആ സമയത്തൊക്കെ നമുക്ക് DMAയുടെ ആവശ്യം വരുന്നു. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് എക്സാമിന് ചോദിക്കുന്നതാണ് ഈ സൈക്കിൾ സ്റ്റീലിങ്ങും ബേസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഇപ്പം സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോസസ്സർ മെമ്മറിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം മെമ്മറി സൈക്കിൾ അതപ്പം നമുക്കറിയാമല്ലോ പല ക്ലോക്ക് സൈക്കിളുകളിലായിട്ടായിരിക്കും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു DMA കൺട്രോളറിന് ഒരു IO മെമ്മറി ഓപ്പറേഷൻസ് ഡാറ്റ ട്രാൻസ്ഫർ നടത്തണമെന്ന് വിചാരിക്കുക. ആ സമയത്ത് പക്ഷേ പ്രോസസ്സർ ഈസ് ബിസി വിത്ത് സം അതർ മെമ്മറി ട്രാൻസ്ഫർ ഓപ്പറേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DMA കൺട്രോളർ എന്തോ ചെയ്യുന്നു, അതിൻ്റെ പ്രോസസ്സറിൻ്റെ ഒരു സൈക്കിൾ, അതായത് മെമ്മറി ആക്സസ് സൈക്കിൾ എന്തോ ചെയ്യുന്നു. DMA കൺട്രോളർ ക്യാൻ സ്റ്റീൽ മെമ്മറി ആക്സസ് സൈക്കിൾ ഫ്രം ദ ബസ് ആൻഡ് ദിസ് ഇൻ്റർവ്യൂയിങ് ടെക്നിക്ക് ഈസ് നോൺ എ സൈക്കിൾ സ്റ്റീലിംഗ്. ഒരു സൈക്കിൾ എന്തോ ചെയ്യുന്നു, സ്റ്റീൽ ചെയ്തിട്ട് അത് അതിൻ്റെ IO മെമ്മറി ഓപ്പറേഷൻ, അതിൻ്റെ ബ്ലോക്സ് ഓഫ് ഡേറ്റയാണ് ഉണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് 10 ബ്ലോക്സ് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബ്ലോക്ക് അത് റൈറ്റ് ചെയ്യണം. എന്നിട്ട് കൺട്രോൾ തിരിച്ച് പ്രോസസ്സറിന് കൊടുക്കുന്നു. പ്രോസസ്സർ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എന്തോ ചെയ്യുന്നു, DMA ഒരു സൈക്കിൾ സ്റ്റീൽ ചെയ്തിട്ട് അതിൻ്റെ വർക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൈക്കിൾ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്. ഇനി ബേസ്റ്റ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് DMAയ്ക്കായിരിക്കും. അതായത് DMA കൺട്രോളർ here the alternative approach is to provide DMA controller an exclusive capability to initiate the transfer on the bus and hence exclusive access to the main memory. അതായത് ഇവിടെ എക്സ്ക്ലൂസീവായിട്ട് DMAയ്ക്ക് ആക്സസ് പ്രിവിലേജ് കൊടുത്തിരിക്കുകയാണ് മെമ്മറിയെ. അപ്പോൾ ഇപ്പോൾ 10 ബ്ലോക്സ് ഓഫ് ഡേറ്റ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിൽ ആ 10 ബ്ലോക്സും റൈറ്റ് ചെയ്തിട്ട് എന്തോ ചെയ്യത്തുള്ളൂ, ആ ഒരു ആക്സസ് ഇത് തിരിച്ച്, അതായത് ഡൺ ഫ്ലാഗ് പിന്നീട് സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ തിരിച്ച് പ്രോസസ്സറിന് കൺട്രോള് ബസ്സിൻ്റെ കൺട്രോള് കൈമാറത്തുള്ളൂ. ഹിയർ ദ എൻറ്റയർ ബ്ലോക്ക് ഓഫ്, അതായത് ബസ് മോഡിൽ എൻറ്റയർ ബ്ലോക്ക് ഓഫ് ഡേറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ 1 കണ്ടിന്യൂസ് സീക്വൻസ്. മറ്റേതാണെങ്കിൽ ഇത് രണ്ടും കൂടെ മാറി ഇത് ഈ ഒരു മെമ്മറി സൈക്കിൾ യൂസ് ചെയ്യും, അതായത് ബസ് അത് യൂസ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. Once the DMA controller is granted access to the system bus by CPU, it transfers all bytes of data in the data block before relinquishing the control of system bus back to the CPU. This mode is useful for loading programs or data files into the memory. അതായത് മെമ്മറിയിലോട്ട് വലിയ ഫയൽസൊക്കെ ലോഡ് ചെയ്യുന്നതിനൊക്കെ ഇതുപോലെ എക്സ്ക്ലൂസീവ് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ കണ്ടിന്യൂസ് സീക്വൻസിൽ തന്നെ ഇതിന് ആ ഒരു ഫയൽ ട്രാൻസ്ഫർ നടത്താനായിട്ട് പറ്റുന്നു. ബട്ട് ഇറ്റ് കീപ് CPU ഐഡിൽ ഫോർ റിലേറ്റീവ്ലി ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് CPUവിനെ അത് കുറേ സമയം ഐഡിൽ സ്റ്റേറ്റിൽ ആക്കിയിടുന്നു. അതാണ് അതിൻ്റെ അകത്ത് ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ DMA എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ കണ്ടിന്യൂസ് ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ IO ഡിവൈസസ് മെമ്മറിയും കൂടെ തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നതിനെയാണ് നമ്മൾ DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IO ഇൻ്റർഫേസിനകത്ത് ഓരോ ഡിവൈസിൻ്റെ IO ഇൻ്റർഫേസിനകത്ത്
ഒരു സ്പെഷ്യൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ആൻഡ് ദാറ്റ് യൂണിറ്റ് ഈസ് നോൺ എസ് DMA കൺട്രോളർ. പക്ഷെങ്കിൽ എല്ലാ DMA ഓപ്പറേഷനും ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രോസസ്സറായിരിക്കും, ബൈ പ്രൊവൈഡിങ് ദി സ്റ്റാർട്ടിങ് അഡ്രസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ബ്ലോക്ക് ഓഫ് മെമ്മറി, പിന്നെ ഡയറക്ഷൻ ഓഫ് ഓപ്പറേഷൻ. ഇത്രയും കൊടുത്തുകൊണ്ട് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പ്രോസസ്സറായിരിക്കും. വൺസ് ദാറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ഈസ് കംപ്ലീറ്റഡ്, എന്തോ ചെയ്യുന്നു, ഡിവൈസ് DMA കൺട്രോളർ അതിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള ഡൺ ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു, IBIT 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു, IRQ 1 ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് പ്രോസസ്സറിന് ഇൻട്രപ്റ്റ് കൊടുക്കുന്നു. അതിൻ്റെ ഓപ്പറേഷൻ അത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് 2 മോഡ് ഓഫ് ഓപ്പറേഷനുണ്ട്, സൈക്കിൾ സ്റ്റീലിങ്ങും ഉണ്ട്, ബേസ്റ്റ് മോഡും ഉണ്ട്. ഓക്കെ, അടുത്ത ഇതായിട്ട് ഞാൻ ഇടാം, അടുത്ത ഫയലായിട്ട്.